ഞാൻ സെലിബ്രിറ്റി അല്ല, സാധാരണക്കാരനാണ്. He is not used to all this also. നമ്മളത് എക്സ്പെക്ട് ചെയ്തില്ല. ആദിത്യ, താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ കമ്മിങ് ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു. ഇത് ആദിത്യ എഞ്ചിനീയർ ആണ്. ആലപ്പുഴയാണ് വീട്. എഞ്ചിനീയറായിട്ടാണ് ജോലി എടുക്കുന്നത്. വേറെ എന്ത് വിശേഷം പറയേണ്ടത്? താങ്ക്സ് ഫോർ കമ്മിങ് ഗൈസ്. നിങ്ങൾ വരുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല കേട്ടോ. സോ സോറി, വി ഡിഡ്ന്റ് റിയലി എക്സ്പെക്ട് ദിസ്. നമ്മൾ പേഴ്സണലായിട്ട് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് എഞ്ചിനീയറാണ് ഞാൻ, ബാംഗ്ലൂരിൽ എഞ്ചിനീയർ. അത് ആ കഥ കുറച്ചൊരു പേഴ്സണലായിട്ട് വെക്കാനാണ് ഞങ്ങൾ ഇപ്പോഴത്തെ തീരുമാനം. ബട്ട് അറ്റ് സം പോയിന്റ് നമ്മളത് റിവീൽ ചെയ്യും രസകരമായ രീതിയിൽ ചെയ്യും. ഒരു ഇന്റർവ്യൂയിലൂടെ പറയാം നമുക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇതിപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഇത് അതിശയമായി പെട്ടെന്ന്. ഇല്ല, ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ അതൊരു ഇൻറ്റിമേറ്റ് ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ നടത്തിയതുമെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അറിയിക്കാതെ ഒന്ന് നടത്തിയത്. പക്ഷേ നമുക്കൊരു പേഴ്സണലായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടൊരു ഇവൻറ്റ് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ്. പിന്നെ ആദിത്യം ഇച്ചിരി പേഴ്സണലായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലേടാ, ഞാൻ സെലിബ്രിറ്റി അല്ല, സാധാരണക്കാരനാണ്. ഹി ഈസ് നോട്ട് യൂസ്ഡ് ടു ഓൾ ദിസ് ഓൾസോ. പക്ഷെ അതുകൊണ്ട് ആദ്യം എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ ഇച്ചിരി പേടിച്ചു. പിന്നെ ഓക്കെ, അതെല്ലാം നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. പോരെ, നമ്മൾ രജിസ്റ്റർ മാരേജ് ആണ് ചെയ്തത്. ലീഗലി അത് മതിയല്ലോ. അപ്പോൾ രജിസ്റ്റർ മാരേജ് ആണ് ചെയ്തത്. കോസ്റ്റ്യൂം ഇത് എൻ്റെ അമ്മയാ ചെയ്തേക്കുന്നത്. എൻ്റെ അമ്മ ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഡിസൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി, ലാല റിലേഷൻസിലെ ലക്ഷ്മിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓർണമെൻറ്റ്സ് ഗിരിപ്പൈ ജ്വല്ലറി എന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ മേക്കപ്പ് ശ്രീലക്ഷ്മി ആയിരുന്നു. ആദ്യത്തെ കോസ്റ്റ്യൂം മെൻ ഇൻ ക്യൂ എന്ന് പറഞ്ഞ അഞ്ചിന്റെ ഒരു ഇന്നസെൻസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. എന്തോ പ്രേക്ഷകരോട് എന്താ, ഒരുപാട് സന്തോഷം. ഇനി ഇത് ഞാൻ ഏതായാലും പാട്ടൊന്നും നിർത്താൻ പോകുന്നില്ല. ഫുൾ ടൈം പാട്ടിൽ തന്നെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പതിവുപോലെ പാട്ട് പരിപാടികളൊക്കെ കാണാം. കല്യാണം കഴിച്ചൊരു ചെറിയൊരു മിസ്സിൽ നിന്നൊരു മിസ്സസ് ആയത് മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ ലാസ്റ്റ് റിലീസായ പാട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ പടത്തിൽ ഓശാന എന്ന് പറഞ്ഞ പടത്തിലൊരു പാട്ടാണ് റിലീസായത്. പിന്നെ നമ്മുടെ ഒറിജിനൽസ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ബാൻഡിൻ്റെ ഷോസ് നടക്കുന്നുണ്ട്. അഞ്ജു ജോസഫ് ലൈവിൻ്റെ പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നടക്കുന്നത്. യെസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ഇച്ചിരി ബിസി പീരീഡ് ആണല്ലോ, നമ്മുടെ സീസൺ ടൈം ആണല്ലോ. അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് ഭക്ഷണം എങ്ങനെയാ ചെയ്തിട്ട് ആക്ച്വലി നമ്മളെ 300 കൗണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് എക്സ്പെക്ട് ചെയ്തില്ല. ഒന്ന് ലക്ഷ്മിയായിട്ടൊന്ന് ഡീൽ ചെയ്യോ പറ്റുന്ന രീതിയിൽ. നമ്മൾ കൗണ്ട് ഇത്രയും ഉള്ളായിരുന്നത് കൊണ്ടാട്ടോ. സോ സോറി. താങ്ക് യു ഗൈസ്. താങ്ക് യു.